സാറ് അതുകൊണ്ട് കെട്ട്, സമയമില്ല, അങ്ങോട്ട് കെട്ട്. ഇപ്പൊ നിക്കാനുള്ള പരിപാടി കേട്ടോ അല്ലേ? നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്തിനാ ഈ കൂട്ടരെന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞൊക്കെ ശീലമായി കേട്ടോ. പണ്ട് പോലെ ഈ ലിജി പറയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനായാലും വാവയായാലും അമ്മയായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മിണ്ടാതിരിക്കുക. നീ മിണ്ട ഒരക്ഷരം മിണ്ടണല്ല. ഞാൻ ഒരക്ഷരം ഇനി മിണ്ടണല്ല. ഇടയ്ക്കിടയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഇറക്കിക്കേ. ഇറക്കുന്നുണ്ട്. ഞാൻ എന്തോ കനമുള്ള സാധനം ഇറക്കിയാണ് കഴിച്ച്. പെട്ടെന്നാട്ടെ. ഞാനിന്ന് നിക്കാൻ പോവാണ്. നിക്കാൻ പോവാണ്. നിക്കൊന്നായില്ല. ഞാൻ നോക്കുക. അതെന്താ നിക്കൊന്നും അറിയത്തില്ലാത്ത? കൈ വേദനിക്കുവേ. എവിടെയാ വേദന? ഇവിടെ ഏട്ടാ കൈയുടെ വെള്ളല വേദന മാറി. ഞാൻ കഴിഞ്ഞ ദിവസം മീന് ചുട്ടില്ലേ? എന്തോ വേദന അതിങ്ങനെ പിടിച്ചു നിന്നാലേ മാറും. ഞാൻ അറിയാതെ ഈ സാധനം ഇല്ലേ, ഈ സാധനം എടുത്ത് കയ്യിലിട്ടില്ല. മീൻ പറഞ്ഞ ചൂട് കാരണം അതിനെ പിടിച്ചവിടെ വെച്ചു. എന്റെ നിക്കുന്ന സാധനം അതിന്റെ വിരലിനറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട്. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ലിജി കൊച്ച് നിൽക്കാനായിട്ട് ഇന്നത്തെ എക്സസൈസ് ആണ്. രാവിലെ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ ആകെ മൂടി കിടന്ന്. കാരണം ഞങ്ങൾ വേറെ രാവിലെ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഇരുന്നതാ. ഒന്നുമല്ല, നമ്മുടെ വീഡിയോ ആണ് സനീഷ് എന്ന് പറയുന്ന ചേട്ടന് നമുക്ക് വൈഫിന് സുഖമില്ലാത്തതാ. അപ്പം കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ ചേട്ടന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം കാണിച്ചിരുന്നല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്, ഫിസിയോതെറാപ്പിക്ക് സ്റ്റാൻഡിങ് ടേബിൾ എന്നതിന് പറയുന്നത് തോന്നുന്നു. അതിന് ഓർത്തോസിസ് അങ്ങനെ എന്തൊരു പേരുണ്ടെന്ന് തോന്നിട്ടോ. അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓർത്തോസിസ് എന്ന് പറഞ്ഞിട്ട് പേരെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ആ ചേട്ടൻ ഒരു 3-4 ദിവസമൊക്കെ തരാമെന്ന് പറഞ്ഞു. അതിൽ ലിജിയുടെ എങ്ങനെ നിർത്തുന്നത് എങ്ങനെയാണോ നോക്കിയിട്ട് സാധനം മേടിച്ചാൽ മതി പറഞ്ഞു. അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം വെച്ചാൽ ലിജി എന്താ പ്രശ്നം വെച്ചാൽ ലിജിയുടെ ഈ ബോഡി വെയിറ്റ് ചില സമയം കാല് താങ്ങുന്നില്ല. അപ്പം ഞാനിതിങ്ങനെ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെ ഒരു ടേബിളിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുമ്പോൾ കാലിലേക്കുള്ള മസിലിൻ്റെ ആ ഒരു പവറൊക്കെ കറക്റ്റ് ആവും. അപ്പം എപ്പോഴും റെഡി ആവുമെന്ന് വെച്ചാൽ ഇത് കുറച്ചു നേരം നിൽക്കും, കുറേ കഴിയുമ്പോൾ ഈ നടുവിനോട് ഇങ്ങനെ വളഞ്ഞു. ലിജി നോക്കടി, അങ്ങനെ നോക്കി ലിജി. ഒരു മതാ പോയി. മദാമ ആദ്യം പറഞ്ഞ ഒരു മദാമയും പോകുന്നൊരു മദാമച്ചേട്ടനും പോകുന്നു പോയപ്പോട്ടെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കാരണം ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കുറേ അധികം കാണാം കേട്ടോ. നമ്മുടെ പല വീഡിയോകളിൽ അവരുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടേട്ടാ 2 കയ്യിലും തന്നെ ഇട്ടേട്ടാ. അപ്പൊ അത് കാണിച്ചു. എന്തോ ഞാൻ നിക്കാൻ പോകട്ടോ, നിക്കാൻ പോവാ. നിക്കാന്നാല് അപ്പൊ ആ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ആ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ശനീശ്വര ചേട്ടൻ, ആ ചേട്ടൻ്റെ ടേബിൾ ഉണ്ട് തൊട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ, ചിറ്റോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ആ ടേബിൾ എടുത്തോണ്ട് വരുമോ അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുവോ? ഞാൻ ടേബിൾ കാണിച്ചില്ലേ കൈയൊക്കെ പിടിച്ച് നിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ അല്ല അതിന്റെ ആവശ്യം എനിക്ക് ശരിക്കും ചാരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സിറ്റുവേഷൻ കഴിഞ്ഞുള്ള ആൾക്ക് അറിയാലോ. എന്നാ പിന്നെ ഇവിടെ ചാരി നിക്കാവോ, പിടിച്ച് നിക്കാവോ? അതേണ്ടല്ലോ. നമ്മളിങ്ങനെ ഇവിടെ എണീറ്റ് നിൽക്കാനും നടക്കാനൊക്കെ ഓരോ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അമിതാവേശം കൊണ്ട് ഓരോന്ന് കാര്യങ്ങളിങ്ങനെ നോക്കുന്ന കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമുക്ക് അതൊരാൾ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറേ പേര് കമന്റ് ചെയ്തു അങ്ങനെ സംഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് വേണേൽ ട്രൈ ചെയ്യാമെന്ന് കരുതി. ആ ചേട്ടനിങ്ങനെ പറഞ്ഞു അവിടെ പോയിട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഒന്ന് പോകാമെന്ന് കരുതി. ഇന്നിപ്പോൾ രാവിലെ മഴയുടെ കോളുണ്ട്. ലിജി എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല. കാരണം മഴ നനഞ്ഞ് പനി വീട്ടിൽ നിന്നുള്ളതൊക്കെ പേടിയുണ്ട്.
മഴ കണ്ടാൽ പിന്നെ ലിജി പുറത്തിറങ്ങൂല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ വിശേഷം. അപ്പം കുറച്ചുകൂടെ പരിപാടി, എനിക്കിപ്പോൾ കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ജോലിയുടെ ആവശ്യമായിട്ട്. അപ്പോൾ അത് കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി വീണ്ടും പോകണമെന്നാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ പരമാവധി ചെയ്യുന്നുണ്ട്. ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും മുടക്കാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമായിട്ട് പോണു. എന്നാലും ഫിസിയോതെറാപ്പിക്ക് പോയി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് മാറ്റമൊക്കെ വരും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് വിശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് നിന്നാലോ? നിൽക്കാം. ഓക്കെ, റെഡി, വാ. അപ്പോൾ അതേ കഥാനായികയെ പിടിച്ച് ഇവിടെ ഇരുത്തി കേട്ടോ. ഇവിടെ ഇരുത്തിയപ്പോൾ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പിടിച്ചെത്തിയ സമയത്ത് പാൻറ്റിൻ്റെ ചെറിയൊരു വശം ചെറുതായിട്ട് കീറിപ്പോയിരുന്നു കേട്ടോ. അതിന് ഇവിടെ കാട്ടിലെ കൊണ്ട് കിടത്തിയേ മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ മാഡം എന്താ പാൻറ്റെല്ലാം കീറി കിടക്കും. ഇനി പാൻറ്റൊക്കെ മേടിക്കണം. അതിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ദൂരോട്ടെങ്കിലും പോയാലില്ല മേടിക്കാൻ പറ്റുള്ളൂ. നടന്നിട്ട് മേടിക്കാൻ പാൻറ്റില്ലേ? ഇനി നടന്നിട്ടേ ലിജിക്ക് പാൻറ്റ് മേടിക്കുന്നുള്ളൂ. അപ്പോൾ അന്നേരം ലിജി എങ്ങും പോകണമെന്നൊക്കെ പറയുന്നത് അല്ലേ? വലുതൊക്കെ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യും, അലൈൻമെൻറ്റ് ചെയ്യും, കൈയും കാലും ഒക്കെ അലൈൻമെൻറ്റ് ചെയ്യുക. അത് ഇരുന്നാൽ എന്ത് ചെയ്യണ്ടേ? കറക്റ്റ് ബോഡി അലൈൻമെൻറ്റ് ചെയ്യുക, അലൈൻ ചെയ്യുക കറക്റ്റായിട്ട്. പിന്നെ കാല് കുത്തി ചാടി എണീക്കുക കേട്ടോ. ഇത് കുറച്ച് നേരമൊക്കെ എണീറ്റ് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ ഒക്കെ എഴുന്നേറ്റ് റെഡി. മനസ്സ് വിചാരിച്ചോ? റെഡി, 1 2 3 സ്റ്റാർട്ട് പറഞ്ഞാൽ എണീറ്റ് വേണം കേട്ടോ. എന്താ എവിടെ പോന്ന്? അങ്ങനെ എണീക്കുന്ന ആള് കാല് കാല് വൃത്തിയാക്കും, എല്ലാം കറക്റ്റ് അലൈൻ ചെയ്തതിനു ശേഷം എണീക്കാവുള്ളൂ കേട്ടോ. എണീറ്റ് എന്നാൽ പവർഫുൾ ആയിട്ട് എണീറ്റിരിക്കണം. ഓക്കെ, റെഡി റെഡി ആയിരിക്കണം. ആരാ റെഡി റെഡി? ബൂംബാങ്. ആരാ ബൂംബാങ്? ബൂംബാങ് തൃശ്ശൂരുകാരൻ. ബൂംബാങ് പെട്ടെന്ന് കേട്ടോ, ചാടി കേട്ടോ. ലിജി സ്ഥിരമായിട്ട് കാണുന്ന ഒരു വീഡിയോ കേട്ടോ. റെഡി റെഡി ബൂംബാങ്. എവിടെയാ? ന്യൂസിലാൻഡില് അല്ലേ? ബൂംബാങ് മാത്രമല്ല, ബൂംബാങ് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ചാനലിന്റെ പേരെന്തായിരുന്നു? ഓട്ടെ, ചാടി അത് കണ്ട ബൂംബാങ് കാണാൻ തുടങ്ങിയ? അല്ല, അതിന് മുന്നേ ചാനൽ വേറെ ആയിരുന്നു. എണീറ്റ് കഥ പറയാതെ എന്തിനാ വളഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? നേരെ എന്നോട് പറയാം, കിഴക്കോട്ട് അങ്ങോട്ട് പോകും. അപ്പം പിന്നെ കറക്റ്റായിട്ട് വെത്തന്നെ. എണീറ്റോ? എനിക്ക് കാല് തറയിൽ ചവിട്ടി വ്യക്തമായിട്ട് അങ്ങോട്ട് എണീറ്റോ. ഞാൻ പിടിക്കാനൊന്നും വരത്തില്ല. പോട്ടെ പോട്ടെ, എണീക്ക്. കാല് കുത്തി അങ്ങോട്ട് എണീക്ക്. നമ്മൾ ദൂരെ മാറിയിരിക്കുക. അത് തന്നെ എണീക്ക്. കറക്റ്റായിട്ട് നിൽക്കുന്ന കേട്ടോ. ഫസ്റ്റ് ടൈം കറക്റ്റായിട്ട് നടു നേരെ നിൽക്കാം. ഓക്കെ, റെഡി റെഡി റെഡി. ഇപ്പം സമയം വന്നിരിക്കുന്നത് 4:10 അതിനകത്ത് സമയം നോക്കിയാൽ 4:10 5:10 5:20 ആകുമ്പോൾ ഇരുന്നാൽ മതിയേ കേട്ടോ. പാട്ട് വെച്ച് തരണോ? പാട്ട് വെച്ച് തരാൻ വേണേല് എന്നാ 1 മുതൽ എണ്ണിക്ക, 1 മുതൽ 100 വരെ തന്നെ ആവോ? ഉറക്കണം 1 2 3 കറക്റ്റായിട്ട് പറ. ചരിഞ്ഞു വരല്ല, കറക്റ്റായിട്ട് ബോഡി കറക്റ്റ് അലൈൻ ചെയ്ത് പിടിക്ക. കൈ കയറ്റി പിടിക്കാം. കണ്ട കയ്യാ കയറ്റി പിടിക്കണ്ട. അതന്നെ കാലില് ബലം കൊടുത്ത് നിൽക്കുന്ന കാലിന് നല്ല വെയിറ്റ് കറട്ടെ. കാലിന് വെയിറ്റ് കറട്ടെ. ഞാൻ അപ്പുറം വരാവേ. ബോഡി കറക്റ്റാണോ? ബോഡി കറക്റ്റാണ് കേട്ടോ. അപ്പൊ 4 ബാക്കിയുണ്ട്. എണ്ണം പറ്റണം. പറ്റും. ബോഡി കറക്റ്റാക്ക്. ബോഡി അഴിഞ്ഞു പോന്ന്. ബോഡി കറക്റ്റാക്ക്. എവിടെയാ ഭിത്തിയിൽ തട്ടണ്ടേ? എവിടെയാ വയർ ഭിത്തി തട്ടട്ടെ. അപ്പൊ നേരെയാവും. അങ്ങനെ വെട്ടിക്ക്. എനിക്ക് മസിലുകളൊക്കെ ഉണ്ടാ. വീട്ടിലെ മസിലുകളൊക്കെ കേട്ടോ. അതുകൊണ്ട് മസിലുകൾ ജിമ്മാണ് കേട്ടോ ആള്. നേരെ അതന്നെ. ബോഡി പൊക്ക്.
ബോഡി കറക്റ്റാക്ക്. അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ശ്രീധരെ പോകുമ്പോൾ ഡോക്ടറെ നടന്ന് കാണിക്കാനുള്ളതാണ് അല്ലേ ലിജി? അമ്മേനായിട്ട് നടന്ന് ലിജി ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞേ അടുത്ത മാസം. ലിജി നാടാൻ കൂടെ ചവച്ചല്. കൈ പിടിച്ച് പൊങ്ങ്, കൈ പിടിച്ച് പൊങ്ങ്, കൈ പിടിച്ച് പൊങ്ങ്. ക്ഷീണിക്കുമ്പോ കൈ പിടിച്ച് പൊങ്ങ്. കാല് കറക്റ്റാക്ക്. കാല് ലോക്കി 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 ലോക്കി. പരമാവധി പരമാവധി നിൽക്കണം, പരമാവധി നിൽക്കണം. നടുവത്തിനാ വളയ്ക്കുന്നേ. അതെന്തുവാടേ? അതെന്തൊരു കളിയാ അത്? അങ്ങനെ ഇരിക്കല് ലിജി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇരിക്കാൻ തോന്നുമ്പോ നമ്മൾ സമയം കൂട്ടി കൂട്ടി എടുക്കണം, മനസ്സിലായോ? നിവർന്ന് നിൽക്കാൻ നോക്കണം. ഞാൻ അപ്പുറത്തോട് വരാം, അപ്പുറത്തോട് വരാം. ഫ്രണ്ടിൽ നിന്ന് എനർജി കൊടുത്താലേ ശരിയാവുള്ളൂ. അതാ സംഭവം. ആരെയും ഇവിടെ വിളിച്ചിരിക്കുന്നേ? ആരെയും വിളിച്ചിരുന്നല്ലയോ? ഒക്കെ പിടിച്ച് ഞാനിട്. നീ ചാടി എണീക്ക്. ചാടി ചാടി എണീറ്റോ. സമയം കളയല്ലേ, സമയം കളയില്ല നമുക്ക്. എനിക്ക് കടയിലൊക്കെ പോകണം, റേഷൻ കടയിൽ പോകണം, മണ്ണെണ്ണ മേടിക്കണം. മണ്ണെണ്ണ അരിയും മേടിക്കണ്ടേ? അച്ഛൻ അവിടെ പോയി, അച്ഛൻ ആക്ച്വലി ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. അച്ഛന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ചുമ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയല്ലോ. അപ്പം ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് അച്ഛൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാ. ഇന്നലെ പോയത് ആശുപത്രി ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. അതൊരു കാര്യം അച്ഛൻ വരെ ചോദിക്കും. എനിക്ക് കൈമുക്ക് കൈമുക്ക് എണീറ്റ് എണീറ്റ്. ടൈം കളയാതെ, സമയം കളയാതെ ജി, സമയമില്ല. എനിക്ക് വാ വാ വാ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സസൈസ് ഉണ്ട്. എക്സസൈസ് ആദ്യം ചെയ്തിട്ടാ സാറിന് ചെയ്യുന്ന കേട്ടോ. ഇന്നിപ്പോ ലിജിക്ക് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിൽക്കണമെന്ന് എന്തോ വാശി. ഉറങ്ങി കിടന്നപ്പോ സ്വപ്നം കണ്ടെന്നോ ലിജി എണീറ്റ് നിൽക്കണമെന്ന്. വാ, സമയം കളയണ്ട. ഓ, ഇത് 2-3 മിനിറ്റ് ഇരിക്കുകയും ചെയ്യും, 30 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുകയും ചെയ്യും, 30 മിനിറ്റ് ഇരിക്കുകയും ചെയ്യും. ഇരിക്കല്ലേ, കളിക്കാൻ കൊണ്ട് എണീക്ക്. പറ്റിക്കാൻ വേണ്ടി എന്നെ പറ്റിക്കല്ലേ. ആ ആ, അത് തന്നെ എണീക്ക്, അത് തന്നെ മെടുക്കി മെടുക്കി കൊച്ചേ സുന്ദരി പെണ്ണേ. ചിരിക്കട്ടെ. അപ്പൊ അതാട്ടെ, മെടുക്കി പെണ്ണേ സുന്ദരി കൊച്ചേ. എന്തൊരു കൊച്ചിനെ മുടിയൊക്കെ ഉണ്ടോ? അത് മേലെ കെട്ടി വെച്ചേക്കുന്നുണ്ടോ? മുട്ട മുമ്പോട്ട് മുടി വരുന്നുണ്ടോ? ആ, മുടി വളരുന്നുണ്ട് ചേച്ചി കേട്ടോ. അതാ അമ്മ ഇവിടെ വന്നിരുന്ന ബാക്കിലിരുന്ന ഇവിടെ കുണ്ടി ഈ സൈഡ് തട്ടിക്കൊടു. കൈകുത്തി എണീക്ക് ചാന്ന് പോലെ. ആ, അങ്ങനെ ചാരി നിൽക്ക്. കാലില് ഫുള്ള് ബലം കയറട്ടെ. ആ അത് തന്നെ, അത് തന്നെ. ആ അതെ, ഈ സൈഡ് നേരെ ആവട്ടെ, ഈ സൈഡ് നേരെ ആവട്ടെ. അമ്മ തള്ളിക്കൊടും, അമ്മ കണ്ട് ചെറുതായിട്ട് തള്ളിക്കൊടുത്തായി. ആ, അങ്ങനെ അടിച്ചു കൊടുത്തായി. അപ്പൊ നേരെ കൽപ്പണിക്കാരെ കട്ട പറക്കി വെക്കുമ്പോഴേ അടിച്ച് റെഡിയാക്കും. ഷേപ്പല്ലെന്നുണ്ടെങ്കിൽ അവര് ഇതാ അവരെ കയ്യിരിക്കുന്ന സാധനത്തിന് പേര് കരണ്ടിക്ക് അടിക്കുന്ന എണ്ണക്കാ അടിക്കണം. പെട്ടെന്ന് നിൽക്കുക, നല്ല രീതി നിൽക്ക്, നല്ല രീതി നിൽക്ക്. ഞങ്ങൾക്ക് അടുത്ത മാസം എന്തായാലും നടക്കണം. അതുകൊണ്ട് ഞങ്ങള് പരമാവധി നിന്ന് അല്ലേ, പരമാവധി നിൽക്കും. ഏണതേ കറക്റ്റാക്കി. ഈ കൈ കറക്റ്റ് കയ്യിൽ ബലം കൊടുത്ത് മേലോട്ട് പിടിച്ച് വെക്ക്. കൈ ബലം കൊടുത്ത് പിടിച്ച് വെക്ക്, ബലം പിടിച്ച് പിടിച്ച് വെക്ക്. അടുത്ത മാസം നടക്കാൻ ഡേറ്റ് എടുത്ത് വെച്ചിരിക്കുക. അതെ, അല്ല അത് തന്നെ. ഇരിക്കാൻ തോന്നുമ്പോ പോകണം, ഇരിക്കാൻ തോന്നുമ്പോ അത്രയും പോകണ്ട. അയ്യോ, കൈ വെയിറ്റ് കീഴ് പിടിച്ചാലും എങ്ങനെയാ? നിനക്ക് ഇഷ്ടമുള്ളത് പിടിക്കുക. നിന്റെ കംഫർട്ട് സോൺ അനുസരിച്ച് നിൽക്ക്. പൊങ്ങ 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 പൊങ്ങ. അതന്നെ അതന്നെ അതന്നെ. അപ്പൊ അതാണ് കേട്ടോ. ആ, നമ്മള് എനിക്ക് ഇരിക്കാൻ ഇടയ്ക്ക് തോന്നും കേട്ടോ. ഇടയ്ക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ നിർത്തുമ്പോൾ, അപ്പൊ നമ്മള് വേദന വരുമ്പോൾ ഇരിക്കണം, പരമാവധി വേദന ഇരിക്കണം. നമുക്ക് മടി അത് തോന്നുവാണെങ്കിൽ ഇരിക്കരുത് കേട്ടോ. നമ്മൾ വീണ്ടും ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇങ്ങനെ എണീക്ക് പറയാം. വീട്ടിൽ തട്ടിക്കൊട് കരട്ടിക്ക് തട്ടിക്കൊട്. കല്ലുകളൊക്കെ ഇങ്ങനെ നമ്മൾ അമ്മ എന്താ പറയാ വെച്ചാൽ, നമ്മള് മേശിരിമാർ ഈ ഭിത്തിയൊക്കെ കെട്ടുമ്പോഴേ ഈ അളവ് കറക്റ്റാൻ വേണ്ടി സൈഡിൽ നിന്നൊക്കെ തട്ടി കറക്റ്റാക്കും എന്ന് പറയുന്നത്. ലിജിനെ സൈഡിൽ നിന്ന് വാവ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ, ആ ഇപ്പുറം ഇരിപ്പുണ്ട്, അമ്മ ഇപ്പുറം ഇരിപ്പുണ്ട്. അവർ തട്ടിക്കൊടുത്തോണ്ടിരിക്കുക.
ഒരു പാടുമില്ല, ലിജിക്ക മൊത്തം പാട്. ഇരിക്കില്ല. എത്ര ടൈമാ? 5 മിനിറ്റ് 2 മിനിറ്റ് പോകാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് എന്തായാലും. മൈൻഡ് വിടല്ലേ, കയറി പോകുന്നവർക്ക്. ആ അത് തന്നെ, കയറി മൈൻഡ് വിടല്ലേ. നമ്മൾ ഇരിക്കാൻ പാടില്ല, നമുക്ക് നടക്കണം അടുത്ത മാസം. ഇതെന്താ ഇങ്ങനെ വളഞ്ഞു പോന്നെ? എന്തോ താമരശ്ശേരി ചുരം പോലെ. എനിക്ക് പിടിച്ച് പയ്യെ കൈ വിട്ട് ഇറങ്ങിയ ഇതെന്തോ ഒറ്റ വീഴും. ലിജി എങ്ങനെയുണ്ട്? എന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പറ. നല്ലോണം നിന്നേ ഓടിപ്പിടിച്ച് ബാക്കോട്ട് പോവാ. കാൽവെത്തി എഴുന്നേറ്റ് ഇവിടെ കഴുത്തി പിടിച്ച് ബാക്കിലോട്ട് ഇരിക്കും. ശീലിച്ചോ? എന്നിട്ട് ബാക്കിലോട്ട് കുത്തിരി. ഇതേ തുടങ്ങിയപ്പോ എനിക്ക് ഈ ജനലിന്റെ ഇതിന്റെ നടുക്കായിരുന്നു ഇരുന്നേട്ടോ. അന്ന് അവിടെ നിന്ന് നിരക്കി ഇവിടെ എത്തി കേട്ടോ. അതെ പോട്ടെ. കറക്റ്റായിട്ടിരിക്കും. അപ്പൊ ജനൽപ്പാളികൾക്കുള്ളിലൂടെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് വിശേഷം. ഞങ്ങൾ നിൽക്കുന്ന വിശേഷം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസ്, കാരണം എക്സസൈസ് ചെയ്തിട്ടേ നിൽക്കാൻ പാടുള്ളൂ എപ്പോഴും. കാരണം നമ്മൾ സ്ട്രെച്ച് ഒക്കെ ചെയ്ത് കാലിലെ മസിൽസ് ഒക്കെ റെഡിയായി. നമ്മൾ ഓട്ടോ മതിയാൻ പോരാ, അരമണിക്കൂർ നിൽക്കണം. ഇപ്പൊ ഒരു 7 മിനിറ്റ് എന്നാണ്, 7 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനി ഒരു 15-20 മിനിറ്റ് കൂടെ കഴിക്കണം. കള്ള ഉറക്കം വേണ്ട, ഞാൻ വിടൂല കേട്ടോ. നിക്കല് ചെയ്യുമ്പോ എന്താ പഞ്ചാബി സ്റ്റൈലാ മുടിയിട്ട്. ഇനി മേലെ സാധനം കെട്ടി കൊടുത്താൽ കളിയാക്കല്ലേ. കളിയാക്കല്ലേ. ഈ കണ്ണം തുറന്നു നോക്കട്ടെ. ഇങ്ങോട്ടൊക്കെ മതി അഭിനയിച്ചത് കേട്ടോ. അഭിനയിച്ചത് മതിയേ. തലവെക്ക് അത് തന്നെ. ഇതിനുള്ള അഭിനയാണെങ്കിൽ ഇവർക്ക് ഒരു അവാർഡ് കൊടുക്കണം അല്ലേ? കൈമാറ്റിക്കോ. വാ എനിക്ക് ഇത് എനർജി ലെവൽ കളയല്ല ലിജി. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച എനിക്ക് എണീക്കണം, നടക്കണം. മനസ്സിൽ വിചാരിച്ചേ നടക്ക ബാ എണീക്ക്. നമ്മള് മടിക്കരുത്. മനസ്സ് പഠിക്കുക. നമ്മള് മനസ്സ് പഠിച്ചാ പോയി സംഭവം. ഞാനിട്ട് ഓരോ ഒരു 10 മിനിറ്റ് കൂടെ നിന്നായി കേട്ടോ. ഓക്കെ എന്നാ എണീക്ക് ബാ. ഇനി എവിടെ ഇരിക്കുന്നത്? നീ അവിടെ അല്ലേ? അപ്പൊ ഈ കൈ ഇവിടെ കൊടു. ഇവിടെ കൊടു. നീ കൈ എടുത്ത് കാലൊക്കെ കറക്റ്റാണോ? കറക്റ്റായിട്ട് വെച്ചേക്കാണോ? എന്നാ ചാടി എണീക്ക്. കാലൊക്കെ നേരെ വെച്ചിട്ട് ചാടി എണീക്കണേ അങ്ങോട്ട്. എണീക്കേ. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി ബുംബാങ്. എണീറ്റോ. എണീക്കോ. അതൊക്കെ എണീക്കോ. ചെറിയ മടിയൊക്കെ ഉണ്ടാവും, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. അതിപ്പോ ഓൾറെഡി ആ ക്ഷീണം ഉള്ളതാ. നമ്മൾ എത്ര പറഞ്ഞാലും അവൾക്ക് ആ ക്ഷീണം ഉണ്ടാവും. അത് ഓൾറെഡി ഇങ്ങനെ നടക്കാനും ഒന്നും പറ്റാതെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തുവാ മുട്ട തട്ടുന്നോ? കാല് ചവിട്ടി ബലം കൊടുത്ത് ഫുൾ പവർ കൊടുത്ത് ഈണ് പൊക്കിക്കൊടു. ബ്രിഡ്ജ് ചെയ്. കാല് ചവിട്ടി ബ്രിഡ്ജ് ചെയ്. യെസ്. റാട്ടിക്കോ. ഇപ്പൊ കണ്ണുകൊണ്ട് എന്നെ കുത്തിപ്പൊട്ടിക്കല്ലോ. എന്റെ കണ്ണ് തൊഴിൽ വേടിയിട്ട് വരുന്നേ. അതെ. താങ്കളുടെ പേരെന്താണ്? ഇന്റർവ്യൂ ആണ്. താങ്കളുടെ പേരെന്താണ്? എനിക്ക് കേൾക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് പറഞ്ഞോ. താങ്കൾ എവിടെ നിന്ന് വരുന്നു?
മണ്ടോത്തുരുത്ത് ആ സ്ഥലം എവിടെയാണ് മണ്ടോത്തുരുത്ത്? കൊല്ലം. കൊല്ലം. താങ്കൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാൻ വീട്ടിലിരിക്കുക. വീട്ടിലിരുന്ന് താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഉണ്ടായിരുന്നു. ഉണ്ട് ചെയ്യുന്നു. ആ വേറെ എന്താ പ്രൊഫഷണലി താങ്കൾ ആരാണ്? യൂട്യൂബർ. യൂട്യൂബറാണ് താങ്കൾ. താങ്കൾ യൂട്യൂബ് ചാനലിലെ പേരെന്താ? അത് പറയും. പിടിക്കല്ലേ ആരും. ലിജി സുജിത്ത് അല്ലേ? സുജിത്താറാണ് എന്റെ ഭർത്താവ്. ആ സുന്ദരനായ ചെറുക്കാണോ അത്? ആണോ? എഴുതി കളിക്കല്ലോ. അങ്ങനെ എഴുതി ഒട്ടിക്കണോ? അപ്പൊ ലിജിയോ? അത് എഴുതി ഒട്ടിക്കേണ്ടി വരും മിക്കവാറും. എഴുതി ഒട്ടിക്കണ. താങ്കൾ യൂട്യൂബറാണ് കേട്ടോ. താങ്കൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 2 ലക്ഷം. എനിക്ക് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുമ്പോ താഴെ പോയാള് എവിടെയാ വേന എടുക്കുന്നത്? കഴിക്കാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തോ, കുറച്ചൊരു റെസ്റ്റ് എടുത്തോ. കണ്ടിന്യൂസ് ആയിട്ട് നിന്നില്ലേ, അപ്പൊ അതുകൊണ്ടാ മനസ്സിലായി. അത് യൂട്യൂബർ. ബാക്കി ഇന്റർവ്യൂ ഉണ്ട് എഴുതിട്ട് നിന്നിട്ടെ. ഇന്നലത്തെ കൂടുതൽ നിന്നോ? ഇപ്പൊ കള്ളത്തരം പറയാതെ കഴിഞ്ഞ ദിവസം 1/2 മണിക്കൂർ നിന്ന് കറക്റ്റ്. സത്യ അതാ കാല് സ്ട്രെച്ച് ചെയ്യാത്തോണ്ടാ, കാല് എക്സസൈസും ചെയ്യാത്തോണ്ടാ. ആര്? ശ്രീകുട്ടൻ. ഞങ്ങള് കിലോ ബസാറില് സാധനം മേടിക്കാൻ പോയപ്പോ അവിടെ ചെന്ന് ശ്രീകുട്ടൻ പറയാം ഞങ്ങള് യൂട്യൂബേഴ്സാണ്. ആ അവൻ യൂട്യൂബ്, അവന് യൂട്യൂബ് ചാനലുണ്ടെന്ന് ശ്രീകുട്ടൻ. എടുപ്പിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച ആ കടയിൽ ചേട്ടനെ കൊണ്ട്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ യൂട്യൂബറാണ്, പ്രശസ്തമായ യൂട്യൂബർ ലിജി സുജിത്ത് ആണ് കേട്ടോ. അതെ എനിക്ക് സമയം കളയാതെ മനസ്സ് പോകുന്നതിന് മുമ്പ് എനിക്ക് ലിജി കളിക്കല്ലേ. ഞങ്ങൾ ആരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇന്റർവ്യൂ അല്ലേ എന്നായാലും. അനിയത്തിയാണ്. അപ്പൊ അതാണ് നല്ലത്. ഞങ്ങളെ കൊച്ചു സുന്ദരിയാടെ, സുന്ദരി കൊച്ചാണ് ചാടി എണീക്കും. ഞാൻ ഇന്ന് രാവിലെ കൊടുത്ത് മത്സരം വെച്ചു ഫുഡ് കഴിക്കാൻ നേരത്ത്. ഞാൻ പറഞ്ഞു ഇത് മുട്ടക്കറി ആയിരുന്നു. ഞാൻ പറഞ്ഞു ആദ്യം ആരാ കഴിച്ചു തീർക്കുന്നത് അയാൾക്ക് അയാളുടെ മുട്ട കൊടുക്കണമെന്ന്. ഇവിടെ അപ്പം ഉണ്ടല്ലോ 4 മടക്കിന് കുത്തി വായിക്കേറ്റ് തിന്നിറക്കിയത്. അല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും കഴിക്കാൻ. ഇവിടെ ചോറുണ്ട്. അപ്പൊ അതാണ് വിശേഷം, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ യൂട്യൂബറെ ഇന്റർവ്യൂവിനായിട്ട് എത്തിയതാണ് ഞാൻ. ദൂര സ്ഥലത്ത് നിന്ന് എത്തിയതാ. അപ്പൊ യൂട്യൂബർ നിന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാന്ന് കരുതിയാ. യൂട്യൂബർ ഇടയ്ക്കിടയ്ക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിൻ പോണു ഞങ്ങളുടെ ട്രെയിൻ അല്ല, ഇന്റർവ്യൂ ട്രെയിൻ. അപ്പൊ ട്രെയിൻ തൊട്ടടുത്തതാണ് കേട്ടോ. തിരുവനന്തപുരത്തേക്ക് എറണാകുളം റൂട്ടാണ് കേട്ടോ. അതോ അതേ ട്രെയിൻ ഇപ്പൊ വന്ദേ ഭാരതിന്റെ സൗണ്ട് ആണല്ലോ. അല്ല, വന്ദേ ഭാരത് ഈ ടൈമിൽ ഇല്ല. വന്ദേ ഭാരത് ഇത് ഇവിടെ നിർത്താൻ പോകുന്ന പാസഞ്ചറാ. 5:30 ആയോ? 5:30 കറക്റ്റ് 5:30. പറഞ്ഞില്ലേ പാസഞ്ചർ. ആ സൗണ്ട് കേൾക്കാൻ പറയാം. അപ്പൊ അതാണ് വിശേഷങ്ങൾ. പിന്നെ എണ്ടിക്കടി ചാടി എണ്ടി അങ്ങോട്ട് ഇതേ അങ്ങോട്ട് എട്ടൊക്കെ ഇത് കയ്യിൽ നടക്കണ്ടേ. അപ്പൊ ഞങ്ങൾ എന്ത് ലിജിയെ കൊണ്ട് 2 സ്റ്റെപ്പ് നടത്തി കേട്ടോ. അപ്പൊ അത് പൂർണ്ണമായിട്ട് നടന്നിട്ട് നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ടൊന്ന് കാണിക്കാൻ കരുതി. അപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്താണ് ലിജിനെ ഇങ്ങനെ ഉടനെ നടക്കാനുള്ള ഒരു സന്തോഷത്തിന്റെ ഒക്കെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ സാധനമൊക്കെ മേടിക്കാൻ കരുതി. അപ്പൊ അത് എന്തായാലും നമുക്ക് ആവശ്യമില്ല. എന്നാലും ആ ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അത് അടുത്ത ദിവസം ഒന്ന് പോയി കാണാം നമുക്കില്ലേ, കണ്ടിട്ട്. അപ്പൊ ചാടി എനിക്ക് സമയം പോണു. സ്കൂളിന് ഓപ്പോസിറ്റാ, സിക്കോ സ്കൂളിന് ഓപ്പോസിറ്റ്. പുള്ളിക്കാരൻ നേവിക്കാരനാ. പണ്ട് പോലെ നമ്മൾ ലിജീനായിട്ട് വെച്ച് നോക്കി അളവെടുത്തിട്ട് കൊണ്ടുവരാന്നുള്ള മിക്സിയുടെ ചാറ് മേടിക്കാൻ പോകുമ്പോഴേ മിക്സിയും കൊണ്ടുപോകാൻ നമുക്ക്. പറ കൗട്ടടി പറ, അടുത്ത പറ. ഞാൻ പോയി വരുന്നില്ല. അപ്പൊ ചാടി എനിക്ക്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം പോകാട്ടോ ചേട്ടനെ കാണാനായിട്ട്.
അപ്പൊ ചാടി എനിക്ക് നിന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ, ഉറപ്പായിട്ടും അങ്ങനെയാണ്. ആ എനിക്ക് അപ്പൊ ലിജിനെ അങ്ങനെ കേട്ടോ കുറെയൊക്കെ. അപ്പൊ ലിജിയുടെ വാശി, ലിജിയുടെ അഹങ്കാരം അങ്ങനെയൊന്നും ആരും കമന്റ് ചെയ്യില്ല കേട്ടോ. കുറെ കമന്റുകൾ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയില് അവളെ അങ്ങനെ ഇരിക്കുമ്പോ കുറെ മടിയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ട് വേദന അതൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മളെ സ്വന്തമായിട്ട് മടിക്കുന്നതല്ല, ശരീരം മടിപ്പിക്കുന്നത്. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മളൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മസിലുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വളരെ സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും മസിലുകൾക്കൊക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് പറയും, ബ്രെയിനിൽ ചെറുതായിട്ട് തോന്നും മസിലുകളെ ഇളക്കണമെന്ന്. അപ്പോൾ നമ്മളൊരു എഫേർട്ട് കൊടുക്കുമ്പോൾ ബ്രെയിൻ ചെറുതായിട്ടൊന്ന് പറയും. അപ്പൊ തന്നെ കൂടുതൽ ഒരു 70% മുകളിൽ മസിലുകൾ അനങ്ങാതിരിക്കുന്നുണ്ട്. മസിലുകൾ സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ മസിലുകൾ പറയും, ഓ ഇതിനാ വെറുതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് വേണം മസിലുകളുടെ ആ സ്വഭാവം മാറ്റാൻ, മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അതിന് നമ്മളാ പരിശ്രമിക്കണ്ടേ. അപ്പൊ പരിശ്രമത്തിന്റെ കുറവ് വരുന്ന വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പല വീഡിയോകളിലൊക്കെ അങ്ങനെ കമന്റ് വരാറുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ട് ലിജിനെ കുറിച്ച് അറിയാത്ത, ലിജി ഏത് സ്റ്റേജിൽ നിന്നാണ് ഇവിടം വരെ എത്തിയെന്ന് മനസ്സിലാവാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായിരിക്കാം അങ്ങനെ കമന്റ് വരുന്നത്. അപ്പൊ അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പൊ അറിയാത്തവരല്ലേ പറയുന്നത്, അതുകൊണ്ട് വിഷമമൊന്നുമില്ല. നമ്മൾ വീണ്ടും തിരിച്ചു വരും അല്ലേ? തിരിച്ചു വരും കണ്ടോ. പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരുവേ. ഈ ചാടി അങ്ങോട്ട് എണീക്കാന്നിട്ട് കാല് പൊങ്ങ പിടിച്ചു കൊടുക്കണ്ട, കൈ പിടിച്ച് പൊങ്ങ്. നമ്മൾ ഒരുവിധ സപ്പോർട്ടും കൊടുക്കണ്ട, ആൾ തന്നെ കേട്ടോ. ചൂട് കറണ്ടില്ല. കറണ്ട് വന്നല്ലോ. ചാടി സമയമില്ല, നമ്മൾ ഒത്തിരി കഥ പറഞ്ഞു. വാ 10 മിനിറ്റോളം കഥ പറഞ്ഞു. വാ എണീക്ക്. വാ എണീറ്റ് വാ. സുന്ദരിക്കുട്ടിയായിട്ട് എണീറ്റ് വാ. ഇടുക്കിന്ന് വന്നാൽ സുജീസ് ബ്ലോഗർ സുന്ദരി എണീറ്റോ. ലിജി സുജിത്ത്, ലിജി ജോസ്. ഓക്കെ, ലിജി ജോസ് എണീറ്റോ. എനിക്കതൊന്നും ഇഷ്ടം. എണീറ്റോ. സുജിത്തിനേക്കാൾ ഭംഗി ലിജി ജോസ് ആണോ? അന്ന് അങ്ങനെ എണീറ്റോ. ചാനലിന്റെ പേര് പറ്റിയല്ലോ. എന്നാല് മതി, അത് മതി. അതെ, ഓക്കെ എണീറ്റോ. ബാ എണീറ്റോ. മാറ്റത്തില്ല. എനിക്ക് സമയം കളയാ. ഞാൻ നിർത്തി പോവാണേ. എനിക്ക് നിക്കണോ? എനിക്ക് വാ. എനിക്ക് പൊങ്ങ. അതന്നെ, കുഞ്ഞു പിള്ളേര് കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ ലിജി കാണിക്കുന്നത്. നിന്നോ. അപ്പൊ കുറച്ചു നേരം കൂടെ നിർത്തിയിട്ട് നമുക്ക് എക്സസൈസ് ഇന്നത്തെ നിർത്താം കേട്ടോ. കാരണം വെച്ചാല് നമ്മള് എനിക്ക് റേഷൻ കടയിൽ പോണം. വന്നിട്ട് നമുക്ക് വീണ്ടും നിൽക്കാം. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ, അരി, പച്ചരി, ആട്ട മുതലായവ വാങ്ങണം. നിന്നിട്ടേ പോളൂ. മൊത്തം നിന്നിട്ടേ പോളൂ. ഇനി 10 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നിന്നിട്ടേ പോളൂ. വേദനക്ക് എടുക്കത്തില്ല. കൈ പിടിച്ചാൽ വേദന എടുത്തില്ല. വേദന കൂടെ നിക്ക്. 10 മിനിറ്റ് നേരത്തെ ഇങ്ങനൊക്കെ നിക്ക്. മനസ്സ് ഫുൾ പവർ എടുത്ത് വാ. എനിക്ക് നിന്നേ പറ്റുള്ളൂ. വേദനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല, മനസ്സിലായോ? അമ്മ എണീറ്റ് നിക്ക്. എനിക്ക് റെസ്റ്റ് എടുക്കാം എന്തായാലും. അപ്പൊ അത് എക്സസൈസ് കഴിഞ്ഞ ഒരാളെ കിടക്കുവാണ് കേട്ടോ. കിടന്നിട്ട് ഞാൻ കുറച്ച് എക്സസൈസുകൾ ഇവിടെ നിർത്തി ചെയ്യാൻ നിർത്തി. നമ്മുടെ ഈ ദിവാങ്കോട്ടിനകത്ത് കിടന്നിട്ട് കുറച്ച് കൈ വലത്തെ കൈ ഇങ്ങോട്ട് മാറ്റി.
ആ പോരില്ല ഇങ്ങോട്ട് മാറിയില്ല ഞാൻ പുറകിരിപ്പുണ്ട്. വിവാഹമില്ലാത്തോണ്ട് കിടന്നിട്ട് കിടന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം അത് കേട്ട് കാണാം കേട്ടോ. അപ്പൊ എക്സസൈസ് എല്ലാം കഴിഞ്ഞു. നിന്നിട്ട് പെട്ടെന്ന് ഇരുന്ന് ചെറിയ ക്ഷീണമാണ് കൊച്ചിനെ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ കുറച്ച് എക്സസൈസ് ഒക്കെ എന്തൊക്കെ എക്സസൈസ് ചെയ്തേ? മുട്ടുകാല്, ഏതൊക്കെ? മുട്ട്, കാല്, കാലിന്റെ എക്സസൈസും നടുവിന്റെ എക്സസൈസും കുറച്ച് ചെയ്തു. അപ്പൊ ഞങ്ങള് പറയും മുട്ടുകാലിന്റെ അടി, മുട്ടുകാലിന്റെ അടിയില് തുണി വെച്ചിട്ട് 100 പ്രാവശ്യം ചെയ്തു. എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അത് താവോ ഇതരാ വിക്സോ. ഇവർക്ക് വിക്സ് ഭയങ്കര ഇഷ്ടം. പണ്ട് നീ വിക്സ് വെറുതെ ഇട്ട് നിർമ്മണ്ടോ? പണ്ട് അതാണ് വിശേഷം കേട്ടത്. അച്ഛൻ വന്നത് വാർത്ത വെച്ച്. അപ്പൊ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുക. എല്ലാരും ബൈ പറയാമോ? ബൈ ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം അമ്മതാന്റെ തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താം. ഇരിക്കണ്ട, അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാവരും ബൈ പറയും. എല്ലാവർക്കും ബൈ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വിശേഷങ്ങൾ, ഈയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം കാണാൻ പോകുന്നതല്ലോ, ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. അപ്പൊ വീഡിയോ എടുത്താണ്. എല്ലാവർക്കും ബൈ. നാളെപ്പാ.